ചതിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരൊക്കെയല്ലേ അവര് ജീവിതത്തിൽ പന പോലെ വളർന്നത് നമ്മൾ കണ്ടിട്ട് പലപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ദൈവം എന്തൊരു നീചനാണ്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം എന്നുള്ളത്. എന്നാൽ അതിന്റെ പിന്നാലെ ഒരു സൈക്കോളജി ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. മിക്ക ദുഷ്ടരായ ആൾക്കാരുടെയും മനസ്സ് പ്രവർത്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അവർക്ക് എന്താ വേണ്ടത്, അതിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. പിന്നെ അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെന്ന് അവർ സ്വയം മനസ്സിലാക്കുകയില്ല. അവരവരുടെ അടുത്ത പരിപാടി എന്താണ് അതിലേക്കായിരിക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു ഇമോഷനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ്. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ ഒരു ദുഷ്ടനായ ആളും ഒരു നല്ല സത്യസന്ധനായ ഒരു വ്യക്തിയും രണ്ടുപേരും നല്ലൊരു സുഹൃത്തുക്കളാണ്. ദുഷ്ടനായ ആള് ഇവൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഇവൻ ചെയ്യാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയുണ്ടായി. ഒരുപാട് തെറ്റുകൾ ചെയ്തു. എന്നിട്ടും ഈ സത്യസന്ധനായ വ്യക്തി തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ ഇരുന്നു. ദുഷ്ടനായ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അടുത്ത എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ജീവിതത്തിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയി. എന്നാൽ ഈ സത്യസന്ധനായ ആളുടെ മനസ്സിൽ എപ്പോഴും ഈ പഴയ കാര്യങ്ങളുണ്ട്. അതെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഇതുപോലത്തെ ഒരു ദുഷ്ടനായ ആള് ജീവിതത്തിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ ദുഷ്ടനായ ആൾക്ക് ഇങ്ങനെയൊക്കെ ദുഷ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ കിട്ടില്ലേ, ദൈവം എന്തെങ്കിലും കൊടുക്കില്ലേ എന്നാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. എങ്കിൽ അതിനുള്ളൊരു ഉത്തരവുണ്ട്. നിങ്ങളുടെ ഇമോഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ്. ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കിട്ടുന്നത് കർമ്മ എന്ന് നമുക്ക് മുഴുവനും പറയാൻ പറ്റില്ല. അത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഗെയിം തന്നെയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഇവരുടെ കയ്യിലിരിപ്പ്, അതായത് ഇവരുടെ സ്വഭാവം വളരെ ചീത്ത സ്വഭാവമാണെന്നുണ്ടെങ്കിൽ പണി താനേ വന്നോളും. ചില ദുഷ്ടരായ ആൾക്കാർക്ക് ലൈഫിൽ മുമ്പ് ചെയ്തു പോയതെല്ലാം തെറ്റായി പോയി എന്നുള്ളൊരു തോന്നൽ, ദയ, കരുണ എല്ലാം പിന്നീട് ഉണ്ടായി എന്ന് വരാം. പക്ഷെ ഇത് വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നൂ. സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറയാം. അതായത് നമ്മളുടെ ഉപബോധ മനസ്സ്. ഈ ദുഷ്ടരായ ആൾക്കാർ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം, ആ ബോധം ഉണ്ടാക്കുന്ന ഒരു പേടി. ആ പേടി പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിലേക്ക് വരികയും ചെയ്തത് തെറ്റായി എന്നുള്ളൊരു തോന്നൽ വരികയും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ എനിക്ക് തരണം എന്നവർക്ക് തന്നെ തോന്നുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ചിലർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളതൊന്നും അവർക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ജീവിതം നല്ല അടിച്ചു പൊളിച്ച് അവർ ജീവിച്ച് മരിച്ചു പോകും. അത്രേ സംഭവിക്കാറുള്ളൂ. ഇനി ഞാനൊരു കാര്യം മുമ്പ് പറഞ്ഞായിരുന്നു, സ്വഭാവം അഥവാ ബിഹേവിയർ, കയ്യിലിരിപ്പ്. ഇവരുടെ കയ്യിലിരിപ്പ് കാരണം ഇവർ ചെയ്ത അതേ പരിപാടി വേറെ ആരെങ്കിലും ഇവരോട് വന്ന് ചെയ്യാനും ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടും ഉണ്ടാവും അല്ലേ. ഇനി ഞാൻ ഈ സത്യസന്ധനായ ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കുറിച്ച് പറയാം. സത്യസന്ധമായി നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ചതിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഈ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വികാരത്തേക്കാൾ എത്രയോ 1000 മടങ്ങ് വേദനയായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഒരു വികാരമായിരിക്കും ആ സമയത്ത് വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഇവർ ഇത് വീണ്ടും ജീവിതത്തിൽ ഓർക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഒരാളെ നന്നായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നല്ല ഒരു കാര്യം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ അവര് നിങ്ങളെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. 4 ആളുടെ മുമ്പിലാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം അത് ഹേർട്ടാവും. അത് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തെ പറ്റി. അപ്പോ ആ ഒരു വികാരം വീണ്ടും നിങ്ങൾ ഓർത്തെടുത്ത് കരയില്ലേ ജീവിതത്തിൽ. നമുക്കത് പെട്ടെന്ന് അങ്ങ് മറക്കാനൊന്നും പറ്റില്ല. ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇനി അത് കൂടുതൽ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിഷമകരമായി തന്നെ പോയിക്കോളും. ഇനി അതല്ല, അത് മറന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദുഷ്ടരായ ആൾക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും. അവരുടെ ഗോൾസിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റിയും അതിനെക്കുറിച്ച് നല്ലൊരു നോളേജും, അതെന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആ ഒരു കാര്യം നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുക. അതായത് നിങ്ങളുടെ നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അതിനു വേണ്ടി മുന്നേറുക. ഇത്രയും ചെയ്താൽ മതി. പഴയതൊന്നും ഓർത്തിരിക്കാതെ നിങ്ങൾ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് ദുഷ്ടരെന്നല്ല പന പോലെ വളരുന്നു എന്നുള്ളത് ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ. ഇനി നിങ്ങൾ സത്യസന്ധതായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ സത്യസന്ധയായതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നോ ആലോചിച്ചിരിക്കാതെ അടുത്ത പരിപാടി നോക്കി അതിലോട്ടേക്ക് പോവാനുള്ള പ്ലാനുകൾ ഇട്ട്
നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. ഒരു ഇമോഷൻസിലും നമ്മൾ സ്റ്റക്കായി കിടക്കരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു അനുഭവം, നല്ല ഒരു ലെസൺ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്.